പെരിമെനോപോസ് എന്ന് പറയുന്നത് എന്താണ് എന്നതാണ് ഒരു ചോദ്യം. പക്ഷേ അതിനു മുമ്പ് മെനോപോസ് എന്താണെന്ന് അറിയണം. മെനോപോസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം നമുക്ക് മാസക്കുളി വരാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മെനോപോസ്. അപ്പോൾ എങ്ങനെ മെനോപോസ് വരും? അണ്ഡാശയത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു കഴിയുമ്പോഴാണ് നമുക്ക് മെനോപോസ് വരുന്നത്. ഇത് നമ്മൾ അറിയുന്നത് സ്ത്രീകളുടെ ആർത്തവം തീർത്തും നിന്നു പോകും. പക്ഷേ ഒരു വർഷമെങ്കിലും നിന്നു പോയാൽ മാത്രമേ നമ്മളതിനെ മെനോപോസ് എന്ന് പറയൂ. അപ്പോൾ പെരിമെനോപോസ് എന്താണ്? ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല മെനോപോസ് അഥവാ ആർത്തവ വിരാമം. അത് വളരെ പതുക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അണ്ഡാശയത്തിലെ അണ്ഡങ്ങൾ പതുക്കെ തീർന്നു പോകുന്നു. അതല്ലെങ്കിൽ അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന ഹോർമോണുകളുടെ അളവ് കുറഞ്ഞു വരുന്നു. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു അവസാനമാണ് ഈ തീർത്തും നിന്നു പോകലും ആർത്തവ വിരാമവും. പക്ഷേ ഈ അണ്ഡാശയത്തിൻ്റെ പ്രവർത്തനം നിന്നു പോകുന്നത് ഏകദേശം ഒരു 6-7 വർഷങ്ങൾ എടുത്തിട്ടാണ്. അപ്പോൾ അത് എങ്ങനെ തിരിച്ചറിയും? ആ 6-7 വർഷത്തിനെയാണ് നമ്മൾ പെരിമെനോപോസ് എന്ന് പറയുന്നത്. ആ പെരിമെനോപോസ് എന്നുള്ളത് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഒരു 80% സ്ത്രീകളിലും ഒരു 40 വയസ്സ് കഴിയുമ്പോൾ തന്നെ അവരുടെ ആർത്തവ ചക്രത്തിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും. 28-30 ദിവസം വന്നുകൊണ്ടിരുന്ന ആർത്തവ ചക്രം ഒന്നുകിൽ നേരത്തെ വരും, അതല്ലെങ്കിൽ പതുക്കെ 45 ദിവസം 50 ദിവസമാകുമ്പോൾ വരും. കൃത്യം 4 ദിവസം ബ്ലീഡിങ് ഉണ്ടായിരുന്നത് മാറി 3 ദിവസമാകും, അല്ലെങ്കിൽ പോകുന്ന രക്തത്തിൻ്റെ അളവ് കുറയും. ഇത് മാത്രമല്ല, ഈ ഹോർമോൺ കുറയുന്നതിനനുസരിച്ച് വൈകാരികമായ വ്യത്യാസങ്ങൾ, മാനസികമായ വ്യത്യാസങ്ങൾ, ശാരീരികമായ വ്യത്യാസങ്ങളും സംഭവിക്കുന്നു. ഇതെല്ലാം കൂടെ ചേർന്ന് ഒന്നാണ് പെരിമെനോപോസ്. അത് ഒരു 6-7 വർഷം നീണ്ടു നിൽക്കും. സാധാരണ ആർത്തവ വിരാമം വരുന്നത് 45 വയസ്സിനും 55 വയസ്സിനും ഇടയിലാണ്. പെരിമെനോപോസ് എന്ന് പറയുന്നത് ഗ്രാജുവലായിട്ടുള്ള വ്യതിയാനങ്ങളാണ്. അതിൻ്റെ തുടക്കം അണ്ഡാശയത്തിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുന്നതിലൂടെയാണ്. അതുവഴി ഹോർമോണുകളുടെ അളവ് ചിലപ്പോൾ കുറഞ്ഞും സാധാരണ കുറഞ്ഞും ചിലപ്പോൾ കൂടിയും ഇരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഒരു സ്ത്രീയെ ബാധിക്കും? സ്ത്രീയുടെ ശാരീരിക പ്രവർത്തനങ്ങളെ ബാധിക്കും, മാനസികവും വൈകാരികവും അതുവഴി സാമൂഹികവുമായ ജീവിതത്തെയും അത് ബാധിക്കും. ഹോർമോൺസ്, ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ കുറഞ്ഞു വരുമ്പോൾ ആ ഒരു സ്ത്രീയെ എന്താണ് സ്ത്രീയാക്കുന്നത് എന്നുള്ള ആ പ്രധാനമായ ഘടകം കുറഞ്ഞു വരുന്നു. അപ്പോൾ സ്ത്രീക്ക് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ക്ഷമ, എല്ലാ കാര്യങ്ങളും നോക്കാനുള്ള ഒരു കഴിവ്, അവളുടെ വൈകാരികമായ ഒരു സ്റ്റെബിലിറ്റി, ഉറക്കം, ഇതിനെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? വീട്ടിലാണെങ്കിൽ കുട്ടികളോട് ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു, ഭർത്താവിനോട് നീരസം വരുന്നു. ഉറക്കം കുറഞ്ഞു കഴിയുമ്പോഴേക്കും അത് അവളുടെ ദൈനംദിന ജോലികൾ ചെയ്യുന്നതിനുള്ള ആ കഴിവിനെയും അത് ബാധിക്കുന്നു. അത് അവരുടെ കുടുംബപരമായ ജീവിതത്തെ തന്നെ ബാധിക്കുന്നു. ഇതിലും കൂടുതൽ ഹോർമോണുകൾ കുറഞ്ഞു വരുമ്പോൾ ലൈംഗികമായ താല്പര്യങ്ങൾ കുറയുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പെരിമെനോപോസ് തുടങ്ങുന്നത് ഒരു 40, 41, 42 വയസ്സിലാണ്. മിക്കവാറും സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അവരുടെ ജോലികളിൽ സ്ട്രെസ്സ് വരുന്ന സമയവും ഈ സമയമാണ്. തീരെ ചെറിയ പ്രായവുമല്ല, എന്നാൽ സീനിയർ ആയിട്ടുമില്ല. ആ ഇടയിലുള്ള പ്രായത്തിൽ വർക്കിംഗ് അറ്റ്മോസ്ഫിയറിലും ഒരുപാട് ടെൻഷൻസ് വരുന്ന സമയമാണ്. കുഞ്ഞുങ്ങളുടെ പഠിത്തം, ട്രാൻസ്ഫർ, ഇങ്ങനത്തെ പല കാര്യങ്ങളും അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുന്നു. പിന്നെ ലൈംഗികമായ താല്പര്യക്കുറവ് വരുമ്പോൾ ഭർത്താവുമായി അസ്വാരസ്യങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ഇത് മാത്രമല്ല, അത് അവളുടെ ശാരീരികമായ ഹെൽത്തിനെയും ബാധിക്കാവുന്നതാണ്.